അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ യാത്രക്കാരൻ്റെ നമസ്കാരം ചുരുക്കി നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത്. ജംഅ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗം, ഏത് യാത്രയിലാണ് ഒരാൾക്ക് 4 റക്അത്തുള്ള നമസ്കാരം 2 നിസ്കരിക്കാൻ അനുവദിക്കപ്പെട്ടത്? ഇവിടെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കു പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, ഇപ്പം മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ചെയ്യുന്ന മഹാപണ്ഡിതനാണല്ലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചതായി കാണാം. വ അദ്ഹറുൽ ഖൗലൈനി അന്നഹു യജൂസു ഫി കുല്ലി സഫരിൻ ഖസീറൻ കാന ഔ ത്വവീലൻ വലം യഹുദ്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസാഫത്തുൽ ഖസ്വരി ബിഹദ്ദിൻ ലാ സമാനിയൻ വലാ മക്കാനിയൻ. അദ്ദേഹത്തിൻ്റെ ഫത്താവയിൽ വന്നിട്ടുള്ളൊരു ഭാഗമാണത്. അതായത് ചെറിയതോ വലിയതോ ആയ ഏത് യാത്രയിലും ഖസ്റാക്കി നമസ്കരിക്കാം. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയ്ക്ക് സമയപരിധിയോ സ്ഥലപരിധിയോ നിർണയിച്ചിട്ടില്ല എന്നതാണ്. ഇനി അതിന് അദ്ദേഹം നൽകുന്ന വേറൊരു വലൗ ബയ്യന ദാലിക ലനഖലഹുൽ ഉമ്മ വമാ അലിംതു അനിൽ സ്വഹാബത്തി ഫീ ദാലിക ഷൈഅൻ. അതെങ്ങാനും അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹാബിമാരിൽ നിന്ന്, ആ ഉമ്മത്തിൽ നിന്ന് അത് നമ്മൾക്ക് പകർന്നു കിട്ടുമായിരുന്നു, ധരിക്കപ്പെടുമായിരുന്നു. അങ്ങനെയും ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഏത് യാത്രയിലും, അത് ചെറുതായാലും വലുതായാലും, യാത്രയാണെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരം 2 ചുരുക്കാനും 2 നമസ്കാരങ്ങളും ഒന്നിൻ്റെ സമയത്ത് ജംഅ് ചെയ്ത് നമസ്കരിക്കാനും സൗകര്യമുണ്ട് എന്ന് മാത്രമല്ല, എല്ലാ പണ്ഡിതന്മാരും തീർത്തും പറയുന്നൊരു കാര്യം, യാത്രയിലെ നമസ്കാരം മുവക്കതായ സുന്നത്താണെന്ന്. എന്ന് പറഞ്ഞാൽ യാത്രയിലെ നമസ്കാരം ഒരാൾ പൂർത്തിയായി നിസ്കരിച്ചാൽ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതിന് എതിരാണ് ആ നമസ്കാരം എന്നാണ്. നമസ്കാരം ശരിയാവും, നമസ്കാരം അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടും. എന്നാൽ അള്ളാഹു നൽകിയ ഔദാര്യം സ്വീകരിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായത്തിനും പ്രഥമമായ കാര്യത്തിനും എതിരായി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാത്രക്കാരൻ 2 കൂടുതൽ നമസ്കരിച്ചിട്ടില്ല റസൂലുള്ളാഹിയായാലും സ്വഹാബത്തും എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് നമ്മൾ പറയുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ചില കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, നാഫി റളിയല്ലാഹു അൻഹു അഖാമ ഇബ്നു ഉമർ ബാദി ബി അദർബൈജാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. അദ്ദേഹം യാത്ര പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന് അദർബൈജാനിൽ താമസിക്കേണ്ടി വന്നു. എത്ര മാസം? 6 അശ്ഹുരിൻ, 6 മാസത്തോളം അവിടെ താമസിക്കേണ്ടി വന്നു. യുസല്ലി റക്അത്തൈനി, അദ്ദേഹം ആ സമയത്തൊക്കെ നമസ്കരിച്ചത് 2 റക്അത്തുകളാണ്, 4 റക്അത്തുള്ള നമസ്കാരം. കാരണം വഖദ് ഹാല സൽജു ബൈനഹു വ ബൈന ദുഖൂൽ, അദ്ദേഹത്തിന് മഞ്ഞ് വീഴ്ച കാരണം അദ്ദേഹത്തിന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് 6 മാസത്തോളം അദർബൈജാനിൽ താമസിച്ചത് ജംഅ് ചെയ്യുക മാത്രമല്ല, ഖസ്ർ ചെയ്ത് 4 റക്അത്തുള്ള നിസ്കാരം ചുരുക്കി 2 റക്അത്തായിട്ട് നിസ്കരിച്ചിട്ടായിരുന്നു. ഇത് ഈ വിഷയത്തിൽ 6 മാസത്തോളം ഒരാൾ അങ്ങനെ നമസ്കരിക്കുന്നു എന്നുള്ളത് അബ്ദുല്ലാഹി ബിൻ ഉമറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തബിഉ സുന്ന എന്ന് പറയുന്ന അബ്ദുല്ലാഹ്. ഇതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. ഇനി മറ്റൊരു കാര്യം, സായിദത്തിൽ നിന്ന് ഖുൽതുലി ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, ഇന്നി അഖ്റുജു മുസാഫിറൻ ഫ അഖീമു സിനീൻ, ഞാൻ യാത്ര പുറപ്പെടുകയാണ്, ചിലപ്പോൾ വർഷങ്ങളോളം എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഫ അഖ്സിറു, അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഖാല, ഞാൻ ഖസറായി നിസ്കരിക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ലൈസ ബി ഖസ്രിൻ വലാക്കിൻ തമാമുൻ ഫസല്ലി റക്അത്തൈനി, അത് ഖസ്ർ അല്ല, യാത്രക്കാരൻ്റെ നമസ്കാരം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെ നമസ്കരിക്കാം. ചുരുക്കി നിസ്കരിക്കലല്ല, അത് പരിപൂർണമായ നമസ്കാരമാണ്. ആയിഷാ ബീവി പറഞ്ഞ വിവരം ഇന്നലെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കാര്യം വളരെ വ്യക്തമായൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ
യാത്രക്കാരൻ എത്ര താമസിച്ചു, എത്ര കാലം കഴിഞ്ഞുകൂടി എന്നുള്ളതല്ല, അദ്ദേഹം യാത്രക്കാരനാണോ ആ സമയത്ത് ഈ ആനുകൂല്യം, അള്ളാഹു നൽകിയ ആനുകൂല്യം സ്വീകരിക്കാം എന്നാണ്. ഇനി ഒന്നുകൂടെ ഇതിൽ പറയാനുള്ളത്, ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുള്ളത്, അനഫ്സ് റളിയല്ലാഹു അൻഹു അഖാമ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അഖാമ ബിഷാമി സനത്താനി, 2 വർഷത്തോളം അദ്ദേഹത്തിന് ഷാമിൽ താമസിക്കേണ്ടി വന്നു. യുസല്ലി സ്വലാത്തുൽ മുസാഫിരി, ആ സമയത്തൊക്കെ അദ്ദേഹം നമസ്കരിച്ചത് യാത്രക്കാരൻ്റെ നമസ്കാരമായിട്ടാണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായിട്ടാണ് നിസ്കരിച്ചത്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ വ്യക്തമായി. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രയുടെ ദൂരം എത്രയാണ്, എത്ര ദൂരം യാത്ര ചെയ്താലാണ് നിസ്കരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് 4 റക്അത്ത് ളുഹ്ർ നിസ്കരിക്കുകയും ആബാർ അലിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തത്. മക്കക്കാരായ ആളുകൾ മിനയിലേക്ക്, ഹജ്ജിന് വേണ്ടി മിനയിലേക്ക് പോകുമ്പോൾ മിനയിൽ വെച്ച് എല്ലാ ഹാജിമാരും 2 റക്അത്ത് വീതം 4 റക്അത്തുള്ള നിസ്കാരം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ, ബുഖാരിയുടെ ഷറഹ് എഴുതിയ ഇബ്നു ഹജർ, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അദ്ദേഹം 20ഓളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് വന്ന അഭിപ്രായം, ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം അതിൽ ഏറ്റവും സ്വഹീഹായി പറഞ്ഞത്, 1.5 മൈൽ യാത്ര ചെയ്ത്, ഏകദേശം 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.25 കിലോമീറ്റർ വരും, 1.5 മൈലോളം യാത്ര ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്റാക്കിയതാണ് അദ്ദേഹം അതിലേറ്റവും സ്വഹീഹായ അഭിപ്രായമായി തിരഞ്ഞെടുത്ത്. മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ യാത്ര പുറപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്രവാചക തിരുമേനി ആ സമയം മുതൽ ഖസ്റാക്കി തുടങ്ങും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചത്, ഈ 20ഓളം അഭിപ്രായങ്ങളിൽ വളരെ രസകരമായ സംഗതികളുണ്ട്. അതായത്, ഒന്ന്, ഒരാളിങ്ങനെ നിരന്ന് കിടക്കുന്നൊരു പ്രദേശത്ത് നിന്ന് ദൂരെ നിന്ന് ഒരാളെ കാണുന്നു. ഈ കാണുന്ന സമയത്ത് ഈ ആൾ വരികയാണോ പോവുകയാണോ, അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്ര ദൂരത്തായാൽ അയാൾക്ക് ഖസ്റാക്കി തുടങ്ങാം എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിൽ അഭിപ്രായം പറഞ്ഞത്. അതിൻ്റെ ദൂരം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം, അവരവരുടെ നാടിൻ്റെ അതിർത്തി കടന്നു പോകണം എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അവരവരുടെ നാടിൻ്റെ അതിർത്തി കടന്നു പോകണം. നാട് അതിർത്തി കടന്നു തുടങ്ങിയാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് വെച്ചാൽ, സ്വന്തം വീടുകളും സ്വന്തം വീട്ടിലെ മരങ്ങളും കാണാതെയാകുന്ന ദൂരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നാണ്. ചിലർ പറയുന്നത് ബാങ്ക് കേൾക്കുന്ന, ഇന്നത്തെ മൈക്കച്ചിട്ടുള്ള ബാങ്കല്ല കേട്ടോ, എന്നാലും അവരവരുടെ നാടിൻ്റെ അതിർത്തി കടന്നാൽ ഖസ്റാക്കി തുടങ്ങാം, ജംഅ് ആക്കി തുടങ്ങാം എന്നതാണ്. ഇനി ഇതിൽ നമ്മൾക്ക് നിലവിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ, അവർ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നു, അവർ വൈകുന്നേരം തിരിച്ചെത്തുമ്പോഴേക്ക് മഗ്‌രിബിൻ്റെ മുമ്പ് സമയമാകുന്നു. പലപ്പോഴും ഈ സമയത്ത് അവരെന്ത് ചെയ്യണം? ആലോചിക്കേണ്ടതില്ല, അവർ ളുഹ്ർ നമസ്കാരത്തിൻ്റെ കൂടെ അസ്ർ നമസ്കരിക്കണം. അത് ഖസ്റായി നമസ്കരിക്കുന്നത് യാത്രക്കാരൻ്റെ പരിഗണനയിൽ വരുന്നു. അതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുകയാണ് മിക്ക ആളുകളും ചെയ്യാറുള്ളത്. വിദ്യാർത്ഥികൾ അത് ചെയ്യുന്നത് കുറ്റകരമാണ്. നിസ്കാരം ഒഴിവാക്കുന്നത് കാഫിറിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ, ബൈനഹു നമസ്കാരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹു മസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമ്മൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം, അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്, ഹറാമാണ്, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന സംഗതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യട്ടെ? ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ അവർ ളുഹറിൻ്റെ കൂടെ അത് നമസ്കരിക്കട്ടെ. ബസ് ജീവനക്കാർ, കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, കിളികൾ, ബസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നു. അവർ ചെയ്യേണ്ടത്, എവിടെയാണോ അവർക്ക് നമസ്കാര സമയത്ത്, മിക്കവാറും ഭക്ഷണത്തിൻ്റെ സമയത്ത് സ്റ്റോപ്പ് ഉണ്ടാവും, ആ സമയത്ത് ആ സമയത്ത് അവർ അവിടെ ഇറങ്ങി ളുഹറും അസ്റും നിസ്കരിക്കട്ടെ. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഇഷാവിൻ്റെ കൂടെ മഗ്‌രിബ് നിസ്കരിക്കട്ടെ, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കുന്നതിൻ്റെ കൂടെ ഇഷ നമസ്കരിക്കട്ടെ. ദീർഘമായ രാവും പകലുമുള്ള യാത്ര ഡ്രൈവർമാരും കണ്ടക്ടർമാരും
അതിൻ്റെ വർക്കർമാരുമാകുമ്പം അള്ളാഹു അവർക്ക് നൽകിയ ഈ സൗകര്യം എത്ര സമാധാനത്തോടു കൂടെ അവർക്ക് നിർവഹിക്കാൻ കഴിയും. അതിന് കാലയളവില്ല, അതിന് ഇത്ര കാലം ഇത്ര മാസം എന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ പണി ചെയ്യുന്നിടത്തോളം അവർക്കതാവാം. പിന്നെ തൊഴിലെടുക്കാൻ വേണ്ടി സ്വന്തം ദേശത്ത് നിന്ന് പുറത്തു പോയി ജീവിക്കുന്ന ആളുകൾ, അത് ഉദ്യോഗസ്ഥന്മാരായാലും വേണ്ടില്ല, സാധാരണ കൂലിപ്പണിക്കാരായാലും വേണ്ടില്ല, അവർ നമസ്കരിക്കുകയാണ് വേണ്ടത്. അത് അള്ളാഹു നൽകിയ ഇളവ്. ഇതൊക്കെ അള്ളാഹു പടച്ച അവൻ്റെ പടപ്പുകൾക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരു വസ്വാസുമില്ല. പിന്നെ ഇവിടെ ഒരു വിഷയം വരുന്നത് വിരുന്നുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോന്നു, നമ്മുടെ തറവാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വന്തം വീടൊക്കെ വെച്ച് വേറെ സ്ഥലത്ത് താമസാക്കി, വേറെ നാട്ടിൽ താമസാക്കി. അപ്പോൾ നമ്മളെ ഉപ്പനെ കാണാൻ, ഉമ്മനെ കാണാൻ, തറവാട്ടിലുള്ളവരെ കാണാൻ വരുമ്പോൾ അവിടെ വെച്ച് ഖസറാക്കാമോ എന്ന് പലരും ചോദിക്കുന്നു. അവിടെ വെച്ച് ഖസറാക്കാം, കാരണം അയാളുടെ നാട് ഇപ്പോഴതല്ലല്ലോ. ഇതാണ് അതിൻ്റെ വിധി. നമ്മുടെ തറവാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, മക്കളുടെ വീട്ടിലേക്ക് വരുന്ന വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ തറവാട്ടിൽ താമസിക്കുന്നവരും ബന്ധുക്കളും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്കും ഈ ആനുകൂല്യം സ്വീകരിക്കാം, കാരണം എല്ലാവരും യാത്രക്കാരാണ്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പ്രശ്നം, ഗൾഫിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂറോപ്പിൽ ജോലി ചെയ്യുന്നവർ, സ്വന്തം നാട്ടിലല്ലാതെ ജോലി ചെയ്യുന്നവർ, അവർ ആ സ്ഥലത്ത് സ്ഥിരമായി ജോലി ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെവിടെയാണോ താമസിക്കുന്നത് അത് അവരുടെ നാടായി കണക്കാക്കി അവരവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഖസറാക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണം, ഒരാൾ ബാംഗ്ലൂരിൽ പോയി താമസിക്കുന്നു. ബാംഗ്ലൂർ അയാൾക്ക് സ്ഥിരമായി പഠിക്കാനും ജീവിക്കാനും ഒക്കെ ആയിട്ട് അവിടെ താമസിക്കുക, കച്ചവടമൊക്കെ ആയിട്ട്, എങ്കിൽ അയാളുടെ നാട് അതായിട്ട് കണക്കാക്കണം. അവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന അതേ വിധിയാണുള്ളത്, ഖസറാക്കി നിസ്കരിക്കാം. ഇപ്പോൾ ഒരാളുടെ നാട് ജിദ്ദയാണ്, അവിടെയാണ് അയാൾ തൊഴിൽ ചെയ്യണത് വർഷങ്ങളായിട്ട്. അയാൾ അവിടെ സ്വന്തം നാടായി കണക്കാക്കി പുറത്തേക്ക് പോകുമ്പം ഈ ഖസർ സൗകര്യം അള്ളാഹു നൽകിയ സദഖ സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വസ്വാസ് തീർക്കാൻ ഏറ്റവും നല്ലത് അവരവർ സ്ഥിരമായി ജോലി ചെയ്യുന്ന സ്ഥലം, യാത്ര ചെയ്യാതെ സ്ഥിരമായി അവിടെ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലം സ്വന്തമായി കണക്കാക്കി അതിന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, ആ നാടിൻ്റെ അതിർത്തി വിട്ടുപോകുന്ന സമയത്ത് ഖസ്റാക്കി നമസ്കരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ആവർത്തിച്ചു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും യാത്രയിൽ 2ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നത് പ്രസിദ്ധമായ ഹദീസുകളാണ്. അത് മനസ്സിലാക്കുക. പിന്നെ ഇതിലൊരു വേറൊരു സംശയം വരുന്നത്, ഇനി ഒരാൾ യാത്രയിൽ നിസ്കരിച്ചു, ളുഹുർ അസർ നിസ്കരിച്ചു, പക്ഷേ അയാൾ അസറിൻ്റെ സമയം അവസാനിക്കുന്ന മുമ്പ് നാട്ടിലേക്ക് തിരിച്ചെത്തിയാലോ? ഒരു പ്രശ്നവുമില്ല, അയാൾക്ക് ആ നമസ്കാരം മതി. രണ്ടാമത്തെ ഒരു കാര്യം, അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു എന്ന് വെക്കുക. ആ സമയം ആയപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വന്നു എങ്കിൽ അയാൾക്ക് പള്ളിയിലെ ജമാഅത്തിൽ കൂടുന്നത് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് കിട്ടാൻ വേണ്ടി അയാൾ പള്ളിയിലെ ജമാഅത്തിന് കൂടുന്നത് സുന്നത്താണ്. എന്നാൽ അയാളുടെ ഫർളായ നിസ്കാരം അയാൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇത് നിസ്കരിക്കുന്നത് അയാൾക്ക് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക മാതൃകയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് ഈ വിഷയത്തിലുള്ളത്. പിന്നുള്ളൊരു സംഗതി, ജുമഅ നമസ്കാരത്തിൻ്റെ കൂടെ ഖസറാക്കാൻ പറ്റുമെന്നുള്ള. റസൂലുള്ള യാത്രയിൽ ഒരിക്കലും ജുമഅ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ജുമഅ നിസ്കരിക്കേണ്ടി വന്നാൽ ഇവിടെ യാത്രയിൽ ഖസറാക്കുന്നതിൻ്റെ നിയമം എന്തുകൊണ്ടാണ്? യാത്രക്കാരൻ്റെ സൗകര്യത്തിനാണ്. അതുകൊണ്ട് ജുമഅയുടെ കൂടെ ഖസറാക്കി വന്നിട്ടില്ല എന്നത് ശരിയാണ്. എന്നാൽ അതിന് കാരണം നബി യാത്രയിൽ ജുമഅ നിസ്കരിച്ചിട്ടില്ല. നബി ളുഹുറും അസ്റുമാണ് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ളുഹുറും അസ്റും നിസ്കരിച്ചാൽ മതി. പക്ഷേ ജുമഅക്ക് പോകൽ അയാൾക്ക് അഫ്ളലാന്നുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു, സാഹചര്യം ഒത്തു കിട്ടിയാൽ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ജുമഅ നിസ്കരിച്ചതിന് ശേഷം അസ്ർ നമസ്കാരം അയാൾ ഖസ്റായി നമസ്കരിക്കട്ടെ. കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താണ്? യാത്രക്കാരൻ്റെ സൗകര്യമാണ്. ആ സൗകര്യം അയാൾ എടുക്കട്ടെ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ സമ്മേളനം വ്യാഴം, വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച ദിവസം ജുമഅയ്ക്ക് ശേഷം നമ്മൾ കാലങ്ങളായി ജുമഅ കഴിഞ്ഞതിന് ശേഷം അസ്ർ ജമ്മായിട്ട് അവിടെ ഉള്ളവർ യാത്രക്കാരായി വന്നു ചേർന്നിട്ട് ആളുകൾ നിസ്കരിക്കാൻ കാരണം നബി ആ വിഷയത്തിൽ വേണമെന്നോ വേണ്ടെന്നോ പറയാൻ ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ട് യാത്രക്കാരൻ്റെ ചുരുക്കാനുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കിയതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളത് കഴിയുന്നത്ര ചെയ്യുക. വിരോധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഒഴിവാക്കണം. ചില കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല,
അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗകര്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ അടിസ്ഥാനത്തിൽ ജുമുഅ നമസ്കരിച്ചതിന് ശേഷം യാത്രക്കാരൻ്റെ പ്രശ്നം എന്ന നിലയിൽ അള്ളാഹു അനുവദിച്ച ഈ അളവ് എടുക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ലാ ജുനാഹ അലൈക്കും മൻ തഖ്സുറു മിനസ്വലാ, നിസ്കാരം ചെറുതാക്കുക, ഖസ്റാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കുറ്റകരമായ കാര്യമല്ല എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ വിഷയകമായി എന്തെങ്കിലും സംശയമുള്ളവർ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലായി എനിക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വേണ്ടുക പോലെ നമുക്കതിൻ്റെ ദൂരീകരണം നടത്താം. ഈ വിഷയം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാൻ ആവശ്യമെങ്കിൽ ഇൻഷാ അല്ലാഹ് പല സംശയങ്ങളും ഇതുപോലെ വരുമ്പം അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതശ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.